ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കളുടെ പങ്ക് നിർണായകമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ വർഷം എൻസിസിയിൽ ചേർന്നത് 20 ലക്ഷം യുവാക്കളെന്ന പരാമർശം. ഏക് പേഡ് മാ കെ നാം പദ്ധതിയിലൂടെ രാജ്യത്ത് 100 കോടി മരങ്ങൾ നട്ടുപിടിപ്പിച്ചതായി പ്രധാനമന്ത്രി. മുതിർന്ന പൌരന്മാർക്ക് സൈബർ ചതിക്കുഴികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണമെന്നും അഭ്യർത്ഥന. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം. വയനാട് എംപിയായി പ്രിയങ്ക ഗാന്ധി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മുനമ്പം പ്രശ്നത്തിൽ ശാശ്വത പരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരെയും കുടിയിറക്കില്ലെന്നും മുഖ്യമന്ത്രി. ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസീസിനെതിരെ ഇന്ത്യ ശക്തമായ നിലയിൽ. വാർത്തകൾ വിശദമായി. എൻസിസി ദിനത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ 116ാം അധ്യായം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചത്. സ്കൂൾ കാലത്ത് എൻസിസി കേഡറ്റായിരുന്ന തനിക്ക് അതിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് എൻസിസി ശക്തിപ്പെടുത്തുന്നതിനുള്ള നിരന്തര പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും 2024ൽ 20 ലക്ഷത്തിലധികം യുവാക്കളാണ് എൻസിസിയിൽ ചേർന്നതെന്നും അതിൽ 40% വനിതാ കേഡറ്റുകളാണെന്നും ശ്രീ മോദി പറഞ്ഞു. अब 2024 में 20 लाख से ज्यादा युवा एनसीसी से जुड़े हैं. गर्ल्स कैडेट्स की संख्या 40% हो गई है. मैं युवाओं से आग्रह करूंगा कि ज्यादा से ज्यादा संख्या में एनसीसी से जुड़े. आप किसी भी कैरियर में जाए, एनसीसी से आपके व्यक्तित्व निर्माण में बड़ी मदद मिलेगी. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കളുടെ പങ്ക് വളരെ വലുതാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സ്വാമി വിവേകാനന്ദന്റെ 162ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇത്തവണ വികസിത ഭാരതം യുവ നേതാക്കളുടെ സംവാദം എന്ന പേരിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ മഹാസമ്മേളനം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചു. സാങ്കേതികവിദ്യ പ്രയോഗിക്കുന്നതിൽ മുതിർന്ന പൌരന്മാർക്കുണ്ടാകുന്ന അസൌകര്യങ്ങൾ ഇല്ലാതാക്കുന്നതിൽ യുവാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പല നഗരങ്ങളിലും മുതിർന്ന പൌരന്മാരെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഭാഗമാക്കാൻ യുവാക്കൾ മുൻകൈ എടുക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. മുതിർന്ന പൌരന്മാർക്ക് സൈബർ ചതിക്കുഴികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. युवा बुजुर्गों को डिजिटल क्रांति में भागीदार बनाने के लिए भी आगे आ रहे हैं. बुजुर्गों को डिजिटल अरेस्ट के खतरे से बचाने के लिए भी युवा आगे आए हैं. ऐसे में हमारा दायित्व है कि हम उन्हें जागरूक बनाएं और साइबर फ्रॉड से बचने में मदद करें. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പുസ്തകങ്ങളും വായനശാലകളും വലിയ പങ്ക് വഹിക്കുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. പുസ്തകങ്ങളുമായുള്ള സൌഹൃദം വർദ്ധിപ്പിക്കുന്നതിലൂടെ ജീവിതം മാറ്റിമറിക്കാനാകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. തെക്കേ അമേരിക്കൻ രാഷ്ട്രമായ ഗയാന സന്ദർശിച്ച വിശേഷങ്ങൾ പങ്കുവച്ച പ്രധാനമന്ത്രി അവിടുത്തെ ഇന്ത്യൻ വംശജരെക്കുറിച്ച് പരാമർശിച്ചു. ഓറൽ ഹിസ്റ്ററി പ്രൊജക്ട് എന്ന പേരിൽ രാജ്യവിഭജന കാലത്തെ ഇരകളുടെ അനുഭവങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിയെക്കുറിച്ചും ജനങ്ങളുടെ കയ്യിലുള്ള കയ്യെഴുത്തു പ്രതികളോ ചരിത്രരേഖയോ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടെ സുരക്ഷിതമാക്കണമെന്നും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ ഉപനിഷത്തുകൾ സ്ലോവാക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഏക് പേഡ് മാ കെ നാം എന്ന ക്യാമ്പയിൻ 100 കോടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടതായി പ്രധാനമന്ത്രി അറിയിച്ചു. 5 മാസത്തിനുള്ളിലാണ് ഇത് സാധ്യമായതെന്നും ക്യാമ്പയിൻ മറ്റ് രാജ്യങ്ങളിലും വ്യാപിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ക്യാമ്പയിനിലൂടെ ഏതൊരു വ്യക്തിക്കും തന്റെ അമ്മയുടെ പേരിൽ ഒരു മരം നടാം. വൃക്ഷത്തിനൊപ്പമുള്ള സെൽഫി mygov.in ലും പോസ്റ്റ് ചെയ്യാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मुझे ये बताते हुए बहुत खुशी हो रही है कि इस अभियान ने 100 करोड़ पेड़ लगाने का अहम पड़ाव पार कर लिया है, वो भी सिर्फ 5 महीनों में. ये हमारे देशवासियों के अथक प्रयासों से ही संभव हुआ है. एक पेड़ माँ के नाम अभियान अब दुनिया के दूसरे देशों में भी फैल रहा है. നമുക്ക് ചുറ്റുമുള്ള ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിൽ കുരുവികൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കുരുവികളുടെ സംരക്ഷണത്തിനായി വിവിധ സംഘടനകൾ ആരംഭിച്ച പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രീ മോദി സംസാരിച്ചു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഫയലുകളും സ്ക്രാപ്പുകളും നീക്കം ചെയ്യുന്നതിനായി ആരംഭിച്ച പ്രത്യേക ശുചിത്വ ക്യാമ്പയിൻ സർക്കാർ വകുപ്പുകളിൽ അത്ഭുതകരമായ ഫലങ്ങൾ നൽകിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരം ശുചീകരണ യജ്ഞങ്ങളിലൂടെ ഓഫീസുകളിൽ ധാരാളം സ്ഥലം ലാഭിക്കാനായതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും യുവാക്കൾ മാലിന്യത്തിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്നതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
ചെറിയ ചെറിയ പ്രയത്നങ്ങളിലൂടെ എത്ര വലിയ വിജയം നേടാം എന്നതിന്റെ ഉദാഹരണങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണാമെന്ന് വിവിധ യുവാക്കളെ പരാമർശിച്ചുകൊണ്ട് ശ്രീ മോദി പറഞ്ഞു. ഇത്തരം ശ്രമങ്ങൾ ഭാരതത്തിന്റെ ശുചിത്വ ക്യാമ്പയിന് ഊർജ്ജം പകരുന്നതായും വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ ഈ ലക്കം ഉപസംഹരിച്ചത്. देश के कई हिस्सों में युवा बेकार समझे जाने वाली चीजों को लेकर कचरे से कंचन बना रहे हैं, तरह तरह के इनोवेशन कर रहे हैं. इससे वो पैसे कमा रहे हैं, रोजगार के साधन विकसित कर रहे हैं, अपने प्रयासों से सस्टेनेबल लाइफस्टाइल को बड़ी बढ़ावा दे रहे हैं. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം. സമ്മേളനത്തിൽ ലോക്സഭയുടെയും രാജ്യസഭയുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ സർക്കാർ തേടും. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ ആരംഭിക്കുന്ന ശീതകാല സമ്മേളനം ഡിസംബർ 20 വരെ തുടരും. ഭരണഘടനാ ദിനം ആചരിക്കുന്നതിനാൽ നവംബർ 26-ന് പാർലമെന്റ് സമ്മേളനം ഉണ്ടാകില്ല. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച നിയുക്ത MP പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിനോടൊപ്പമാണ് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും പ്രിയങ്ക ലോക്സഭയിൽ ആദ്യം ഉന്നയിക്കുക. മുനമ്പം വിഷയത്തിൽ താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുനമ്പം സമരസമിതിയുമായി ഓൺലൈനായി നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ഉറപ്പു നൽകിയത്. വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും രേഖകൾ ഉള്ള ഒരാളെ പോലും കുടിയൊഴിപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നോട്ടീസ് അടക്കമുള്ള നടപടികളൊന്നും നടത്തരുതെന്ന സർക്കാർ അഭ്യർത്ഥന വഖഫ് ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട്. പെർത്തിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച ലീഡിലേക്ക്. മൂന്നാം ദിനം രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 359 റൺസ് എന്ന നിലയിലാണ്. വിരാട് കോഹ്ലിയും വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ. നിലവിൽ 405 റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്ക് ഉള്ളത്. സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരത്തിൽ കേരളം ഇന്ന് പുതുച്ചേരിയെ നേരിടും. വൈകിട്ട് 3:30-ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരത്തിൽ കേരളം ഇന്ന് പുതുച്ചേരിയെ നേരിടും. വൈകിട്ട് 3:30-ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. 2 ജയവുമായി ഗ്രൂപ്പിൽ ഒന്നാമതുള്ള കേരളത്തിന് സമനില നേടിയാലും യോഗ്യത നേടാം. ഗോൾ ആവറേജിലും കേരളം മുന്നിലാണ്. ആദ്യ മത്സരത്തിൽ ശക്തരായ റെയിൽവേ 1 ഗോളിനും രണ്ടാമത്തെ മത്സരത്തിൽ ലക്ഷദ്വീപിനെ 10 ഗോളുകൾക്കും പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസവുമായാണ് കേരളം ഇന്നിറങ്ങുന്നത്. പുതുച്ചേരി ആദ്യ മത്സരത്തിൽ ലക്ഷദ്വീപിനോട് വിജയിച്ചെങ്കിലും റെയിൽവേയോട് പരാജയപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ റെയിൽവേ ഏകപക്ഷീയമായ 1 ഗോളിന് ലക്ഷദ്വീപിനെ പരാജയപ്പെടുത്തി. അടുത്ത വർഷത്തെ IPL മത്സരങ്ങൾക്കുള്ള ലേലം ഇന്നും നാളെയുമായി നടക്കും. ഇക്കുറി സൌദിയിലെ ജദ്ദയിലാണ് ലേല നടപടികൾ നടക്കുക. ഈ വട്ടത്തെ ലേലത്തിനായി 409 വിദേശ താരങ്ങൾ ഉൾപ്പെടെ മൊത്തം 1574 കളിക്കാരാണ് ഒപ്പുവച്ചിട്ടുള്ളത്. 10 ടീമുകൾക്കും കൂടി പരമാവധി 641.5 കോടി രൂപയാണ് ലേലത്തിനായി ചിലവിടാനാവുക. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30-ന് കൊച്ചിയിലാണ് മത്സരം. സീസണിൽ 8 മത്സരങ്ങളിൽ 4 തോൽവിയും 2 വീതം ജയവും സമനിലയുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സമ്പാദ്യം. എതിരാളിയായ ചെന്നൈയിൻ 4ാം സ്ഥാനത്താണ്. ദേശീയ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂർ പറശ്ശിനിക്കടവിൽ തുടക്കമായി. KV സുമേഷ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് നാളെ സിംഗപ്പൂരിൽ തുടക്കമാകും. ആദ്യ ഗെയിം നാളെ ഉച്ചയ്ക്ക് 2:30-ന് നടക്കും. ക്ലാസിക്കൽ ഫോർമാറ്റിൽ 14 ഗെയിമുകളാകും ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടാവുക. ഇന്ത്യൻ താരം D. ഗുഗേഷ് ആദ്യ നീക്കം നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കളുടെ പങ്ക് നിർണായകമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ വർഷം NCCയിൽ ചേർന്നത് 20 ലക്ഷം യുവാക്കളെന്ന പരാമർശം. ഏക് പേഡ് മാ കെ നാം പദ്ധതിയിലൂടെ രാജ്യത്ത് 100 കോടി മരങ്ങൾ നട്ടുപിടിപ്പിച്ചതായി പ്രധാനമന്ത്രി. മുതിർന്ന പൌരന്മാർക്ക് സൈബർ ചതിക്കുഴികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണമെന്നും അഭ്യർത്ഥന. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം. വയനാട് MPയായി പ്രിയങ്ക ഗാന്ധി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മുനമ്പം പ്രശ്നത്തിൽ ശാശ്വത പരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരെയും കുടിയിറക്കില്ലെന്നും മുഖ്യമന്ത്രി. ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസീസിനെതിരെ ഇന്ത്യ ശക്തമായ നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.